ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുഡിംഗ് ആൻഡ് കേക്ക് വ്ളോഗ് എന്ന് പറയാം കേട്ടോ. വീട്ടിലൊരു സൽക്കാരം ഉണ്ടായപ്പോൾ അതിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നട്ടി ബബിൾ കേക്കും 2.5 kg വരുന്ന നട്ടി ബബിൾ കേക്കും അതുപോലെ തന്നെ 3 ട്രേയിൽ പൈനാപ്പിൾ പുഡിങ്ങും ഉണ്ടാക്കിയിരുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നട്ടി ബബിൾ കേക്ക് ഞാൻ ഇതുപോലെ ഡെസേർട്ട് രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മുന്നേ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധവും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ നട്ടി ബബിൾ കേക്കിനുള്ള സ്പോഞ്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 kg അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 2.5 കപ്പ് വരും. ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് എനിക്ക് പറ്റുന്ന അബദ്ധം ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുക്കുക. പിന്നെ ഇതിൽ ബൂസ്റ്റ് പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തും. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബൂസ്റ്റ് പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കണം. അത് കാറ്റ് കൊണ്ട് അപ്പം കട്ട കുത്തി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ട് അവിടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ബൂസ്റ്റ് പൗഡർ ഉള്ള ഭാഗം മാത്രം കട്ട കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ടത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കുക. അതിലേക്ക് 10 മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 2.5 kg ആയതുകൊണ്ടാണ് 10 മുട്ട. 1 കിലോയ്ക്ക് 4 മുട്ട എന്നുള്ള രീതിയിൽ. പിന്നെ അതിലേക്ക് 2.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ്. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു 40 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, കുറേശ്ശെ ഇട്ടിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി വരികയും വേണം. ഞാൻ ഇതിന് മുന്നേ 1 kg ബട്ടർ സ്കോച്ച് അല്ല നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലഫി ആയി വന്നതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തു. അപ്പോഴൊന്നും എനിക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാത്തതായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും ആ ഇൻഗ്രീഡിയൻറ്റ് എന്ന്? എന്തായാലും ഞാൻ പറയാം. ഞാനിപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു. ഞാനിവിടെ 3 മോൾഡിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു ട്രേയിലും അതുപോലെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലും പിന്നെ റൗണ്ടിലുള്ള ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലുമാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഇതിലും ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ 3 ഇതിലും ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു. ബേക്ക് ചെയ്യാനൊക്കെ വെച്ചു. ബേക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ ഓയിലിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഓയിൽ ഞാൻ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അല്ലാ ഞാൻ ഓയിൽ കേക്കിലേക്ക് ചേർത്തിട്ടില്ലല്ലോ എന്ന്. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഫോൾട്ട്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ ചേർക്കാൻ അങ്ങോട്ട് വിട്ടുപോയി. ഈ ഒരു രീതിയിൽ 2 പാത്രത്തിലും പിന്നെ അതുപോലെ തന്നെ ഒരു പത്തിരിച്ചട്ടിയിലും വെച്ചിട്ടാണ് ഞാനൊരു കേക്ക് എന്താ പറയുക ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒന്ന് മറന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മ ചോദിച്ചപ്പോഴാണ്, എന്തായാലും വീട്ടിലുണ്ടാക്കിയ കേക്കായതുകൊണ്ട് അത്ര ടെൻഷനില്ല, വീട്ടിലെ പരിപാടിക്ക് ഉണ്ടാക്കിയാണ് അത്ര ടെൻഷനില്ല. പുറത്തേക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ടെൻഷൻ തന്നെയായിരിക്കും, പിന്നെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. എന്തായാലും കേക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓയിൽ ചേർക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ലെയർ ആക്കിയിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. അത് തണുക്കാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് പൈനാപ്പിൾ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പൈനാപ്പിൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വലിയ പൈനാപ്പിൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ട്രേയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു പഞ്ചസാരയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതൊന്ന് അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുന്ന വരെ അതൊന്ന് അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചൈന ഗ്രാസ് 50 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം അഥവാ ഒരു പാക്കറ്റ്, ഇതുപോലെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എന്ന രീതിയിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇത് ടോട്ടൽ ഇവിടെ
2.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 പാക്കറ്റ് ചൈന ഗ്രാസ് ആണ് ഇടുന്നത്, അഥവാ 50 ഗ്രാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് 5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ 5 പാക്കിലേക്ക് 5 കപ്പ് വെള്ളം. അപ്പോൾ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലും ചൈന ഗ്രാസൊക്കെ ഒന്ന് സ്റ്റൗവിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 500 ml 5 പാക്കറ്റ്, അഥവാ 2.5 ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 5 പാക്കറ്റും. അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാൻ സമയത്ത് തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാതെ ചൈന ഗ്രാസ് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതാ രണ്ടും ഒരേ ചൂടിൽ വേണം നമുക്ക് ഈ ഒരു ചൈന ഗ്രാസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3/4 ടിന്നോളം കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക, മധുരത്തിനൊക്കെ അനുസരിച്ച്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് മെൽറ്റായ ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കൂടെ ഇതിലേക്ക് ആക്കി കൊടുത്തു. ഇപ്പോൾ ഈ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു ട്രേയിലേക്കുള്ള റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ രണ്ടും ഒരേ ചൂടിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ചേർത്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഞാൻ 2 ട്രേയിലായിട്ട് ഒഴിച്ചു, ഒരു റൗണ്ടിലുള്ള ട്രേയിലും ഒരു ഇതിലും സ്ക്വയറിലുള്ള ഒരു മോൾഡിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നട്ടി ബബിൾ കേക്കൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതൊക്കെ ചേർക്കുമല്ലോ, ആ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം ബീറ്റ് ചെയ്തത് അതിൻ്റെ മേലെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ലെവലാക്കി കൊടുക്കാം. നമ്മൾ പാസ്ട്രിയൊക്കെ ചെയ്യുന്ന പോലെയാണ്, ഡെസേർട്ട് രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുക. മുന്നേ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും നല്ല ക്ലീൻ ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ ട്രേ എവിടുന്നാണ് വാങ്ങിച്ചത്. കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അത് എൻ്റെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് റേറ്റൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാത്ത കാരണം നിങ്ങളൊരു എവിടുന്നാണ് കിട്ടാന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് വല്ല ഇവിടെയൊക്കെ കിട്ടാൻ ചാൻസ്, പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തതും അതുപോലെ തന്നെ ലെവലാക്കി എടുക്കുന്നുണ്ട്, അത് റൗണ്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇത് 2 ട്രേയും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷമാണ് ബാക്കിയുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പുഡിംഗ് മിക്സിലേക്ക് നമ്മുടെ കേക്ക് എന്താ പറയുക പൈനാപ്പിൾ റെഡിയാക്കിയിട്ടില്ലേ, അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല ചൂടോട് കൂടെ ഈ പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ചൂട് ഒന്ന് തണുത്ത ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടെ നമ്മൾ ഈ പൈനാപ്പിൾ ഇതിലേക്ക് ഇടുമ്പോൾ പാല് പിരിഞ്ഞു പോവും, അപ്പോൾ നമ്മുടെ പുഡിങ് മൊത്തം ഫ്ലോപ്പായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി പൈനാപ്പിൾ ഞാൻ ഇതിലേക്ക് അരച്ചിട്ട് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 3 ട്രേയിലേക്കായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3ലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി ഉണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് ഇടാത്ത പകുതി, അരച്ചു കൊടുക്കാത്ത പകുതി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെ ഈ പൈനാപ്പിൾ ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിനൊന്നും ചെയ്യണില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതാ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതുപോലെ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്കിലേക്കാണ്. പിന്നെ അതാ നമ്മൾ ഈ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കട്ടിങ്ങനെ ചെയ്യുന്ന സമയത്തും ആ ഒരു കത്തി നമ്മൾ ക്ലീൻ ചെയ്യുക, എന്നാൽ അടുത്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് പാത്രത്തിലുള്ളതിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്.
റൗണ്ട് കേക്കിൻ്റെ മേലെയും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്ക് ഗനാഷ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലും അത് നീങ്ങി പോവാതിരിക്കുള്ളൂ, കറക്റ്റായിട്ട് അവിടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെറിയ ഡോട്ടുകളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ബൂസ്റ്റ് പൗഡർ വിതറി കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പ വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ബൂസ്റ്റ് പൗഡർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് ആക്കി കൊടുക്കുക. 2 ട്രേയിലും അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ 2 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം കൂടെയുള്ള ആ മിക്സ് മേലെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നട്ടി ബബിൾ കേക്ക് റെഡിയാക്കി എടുക്കുക. ഈ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുത്തില്ല. നമ്മൾ കേക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ്ങും കേക്കും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എനിക്ക് പറ്റിയിട്ടുള്ള അതുപോലത്തെ ഫോൾട്ടൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്